ഹായ് ഓൾ, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം മസാലയാണ്. അതിനായിട്ട് ഞാനിവിടെ 5 മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ കഴുകി ഇതുപോലെ നേരിയ വലുപ്പത്തിൽ കട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത കഷ്ണങ്ങൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമുള്ളത് ഒരു മീഡിയം സൈസ് തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില, ഒരു വലിയ സവാള, മല്ലിച്ചപ്പ് എന്നിവയാണ്. അടുത്തതായി ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഏലക്കായ, പട്ട, ഒരു നുള്ള് ജീരകം എന്നിവ ചേർത്ത് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. ഉപ്പും ഇട്ട് നല്ലതുപോലെ വഴറ്റുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവയിട്ട് നല്ലതുപോലെ വഴറ്റുക. കൂടെ അതിലേക്ക് 3 പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ശേഷം അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മീഡിയം സൈസ് തക്കാളി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. കൂടെ ഇതിൻ്റെ കൂടെ 1/4 ഗ്ലാസ് വെള്ളവും ചേർക്കാവുന്നതാണ്. അങ്ങനെ 3-4 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ മസാലയുടെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ മഷ്റൂം ചേർക്കാം. അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക. ഇതിലേക്ക് കൂടുതലായി വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം മഷ്റൂമിൻ്റെ വെള്ളം തന്നെ ഓൾറെഡി ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഒരു 6-7 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുതേ. അങ്ങനെ 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സിമ്പിൾ, ഈസി, ടേസ്റ്റി മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.